ബൗദ്ധിക തലത്തിലും ധൈഷണിക തലത്തിലും പാർട്ടിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. JNU പഠനകാലത്താണ് SFIയിലൂടെ CPIMൽ യെച്ചൂരി ആകർഷനായത്. CPIMന്റെ 5ാമത് ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള വ്യഗ്രത, കാര്യങ്ങളെപ്പറ്റി പഠിച്ചു മാത്രം അഭിപ്രായം പറയുന്ന പ്രകൃതം, ഇതൊക്കെ മറ്റു പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സീതാറാം യെച്ചൂരിയെ വേറിട്ടു നിർത്തി. സാമ്പത്തിക ശാസ്ത്രമായാലും രാഷ്ട്രീയമായാലും യെച്ചൂരിയുടെ വാക്കുകൾക്ക് ജനം കാതോർത്തത് അതുകൊണ്ടാണ്. ആന്ധ്രയിലെ കാക്കിനാട സ്വദേശികളായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകം യെച്ചൂരിയുടെയും മകനായി 1952 ഓഗസ്റ്റ് 12 ജനനം. ഹൈദരാബാദിൽ സ്കൂൾ വിദ്യാഭ്യാസം. 1969 തെലങ്കാന പ്രക്ഷോഭത്തെ തുടർന്ന് ഡൽഹി പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിലാണ് ഹയർ സെക്കൻഡറിക്ക് ചേർന്നത്. CBSE പരീക്ഷയിൽ ഇന്ത്യയിൽ 1ാം റാങ്കോടെ പാസായ സീതാറാം യെച്ചൂരി തന്റെ പിൽക്കാല വിദ്യാഭ്യാസ ജീവിതത്തിലും അക്കാഡമിക് മികവ് പ്രകടിപ്പിച്ചു. ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദവും JNUവിൽ നിന്ന് ഫസ്റ്റ് ക്ലാസോടെ ബിരുദാനന്തര ബിരുദവും നേടി. സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ പ്രക്ഷോഭങ്ങളിലെ പങ്കാളിത്തവും അറസ്റ്റ് മൂലം ഗവേഷണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. JNU പഠനകാലത്ത് 1974 SFIയിൽ ചേർന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 മുതൽ 1978 വരെ തുടർച്ചയായി 3 വർഷം JNU സ്റ്റുഡൻസ് യൂണിയൻ അധ്യക്ഷനായി യെച്ചൂരി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രകാശ് കാരാട്ടിനൊപ്പം ചേർന്ന് JNUവിനെ ഇടത് കോട്ടയാക്കി മാറ്റിയതിൽ യെച്ചൂരിക്ക് നിർണായക പങ്കാണുള്ളത്. 1978 SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, 1986 SFI അഖിലേന്ത്യാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച യെച്ചൂരി 1984 CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 2015 ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി 2018 2022 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2005 മുതൽ രാജ്യസഭാംഗവും കഴിഞ്ഞ 20 വർഷമായി പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററുമായിരുന്നു സീതാറാം യെച്ചൂരി. പാർട്ടിയുടെ അന്താരാഷ്ട്രകാര്യ വകുപ്പിന്റെ മേധാവിയായി പ്രവർത്തിച്ചു വരുന്ന യെച്ചൂരി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പാർട്ടി കോൺഫറൻസുകളിൽ ക്ഷണിതാവുമായിരുന്നു. 1996 P. ചിദംബരവുമായി ചേർന്ന് ഐക്യമുന്നണി സർക്കാരിന്റെ പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്നതിലും 2004 UPA സഖ്യം കെട്ടിപ്പടുക്കുന്നതിലും നിർണായക പങ്കാണ് യെച്ചൂരി വഹിച്ചത്. ദ വയറിന്റെ എഡിറ്ററായ സീമ കിസ്റ്റിയാണ് ഭാര്യ. 2021 കോവിഡിനെ തുടർന്ന് പത്രപ്രവർത്തകനായിരുന്ന മകൻ ആശിഷ് യെച്ചൂരി മരിച്ചു. മകൾ അഖില യെച്ചൂരി യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറയിൽ ചരിത്രാധ്യാപികയാണ്. റിസർച്ച് ഡെസ്ക് 24.